ഹലോ. നമ്മൾ വലിയ ആഗ്രഹത്തോടു കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റോ സർവീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കാര്യമായിട്ടുള്ള ഓർഡറുകളോ സെയിലൊന്നും നമുക്ക് നടക്കാത്തതുകൊണ്ട് നമുക്ക് മോട്ടിവേഷൻ നമ്മുടെ കുറയും. അപ്പോൾ നമ്മൾ പലരുടെ അടുത്തുനിന്ന് ഉപദേശങ്ങളൊക്കെ ചോദിക്കും. എന്ത് ചെയ്യണം, സെയിൽ നടക്കണില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് സാധാരണ കിട്ടാറുള്ള ഉപദേശം മിക്കവാറും ഇതായിരിക്കും: അതിൻ്റെ വില കുറയ്ക്കുക എന്ന് പറയും. ഏറ്റവും അബദ്ധം പിടിച്ചൊരു ഉപദേശങ്ങളിലൊന്നാണിത്, വില കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കാര്യമായിട്ട് സെയിലില്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി വില കുറയ്ക്കരുത്. വലിയ അപകടമാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ വില കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ചെയ്യേണ്ടതാണ്. നമ്മളെല്ലാം ചെയ്തു നോക്കി, സെയിൽ കൂട്ടാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി, ഒന്നും വർക്കൗട്ട് ആവണില്ല. ഇനി എൻ്റെ മുമ്പിൽ ഒരേ ഒരു ഓപ്ഷനുള്ളൂ, ഇതിൻ്റെ വില അങ്ങ് കുറയ്ക്കാം. ഇനി അതും കൂടിയേ ഞാൻ പരീക്ഷിക്കാനുള്ളൂ. അങ്ങനത്തെ ഒരു പോയിന്റിലാണ് നിങ്ങൾ വില കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ തന്നെ പാടുള്ളൂ. ഈ മറ്റുള്ളവർ പറയാനായിട്ട് ഓടിപ്പോയി നമ്മൾ വില കുറച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു ചെറിയ ബിസിനസ്സാണ്, സ്മോൾ ബിസിനസ്സാണ്. ലാഭത്തിലൂടെ നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ലാഭം വേണം. നിങ്ങൾ വലിയൊരു ഫണ്ട് റൈസ് ചെയ്തേക്കണ ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് കമ്പനിയോ ഒന്നുമല്ല. ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കണം, അതിലൂടെ നല്ല രീതിയിൽ വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോ. അപ്പം നിങ്ങളുടെ സർവൈവൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ലാഭത്തിലാണ്. അപ്പോൾ വില കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലാഭവും കുറയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഇത് പ്രത്യേകമായിട്ടൊരു വീഡിയോയിൽ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. ഞാൻ റീസൺസ് പറയാം എന്തുകൊണ്ടാണ് ഇതൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഓടിപ്പോയി ഈ അധിക സമയവും നമ്മളുടെ മോട്ടിവേഷൻ കുറയുമ്പോഴാണ്, സെയിൽ തീരെ ഇല്ല, മോട്ടിവേഷൻ നമ്മുടെ കുറയും. അപ്പോൾ എങ്ങനെയെങ്കിലും സെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യത്തിൽ വരിക. എങ്ങനെയെങ്കിലും ഇത് വിൽക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരും. അപ്പോഴാണ് ഈ ഓടിപ്പോയി വില കുറയ്ക്കുന്നത്. ഇവിടെ നമ്മളൊരു പ്രൊഡക്റ്റിനൊരു വില ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, നമ്മളെടുക്കുന്ന പണിയും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ആ വിലക്ക് വിറ്റാൽ മാത്രമാണ് നമുക്ക് ലാഭമുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മളൊരു പ്രൈസ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് നമ്മൾ വില കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത് തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ചെറിയ ബിസിനസ്സാണ്, സെയിൽ നിങ്ങൾ വില കുറയ്ക്കാൻ നേരത്ത് നല്ല രീതിയിൽ സെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എക്സ്പെൻസും കൂടും. കൂടുതൽ സ്റ്റാഫിനെ എടുക്കേണ്ടതായിട്ട് വരും, കൂടുതൽ സ്പേസ് നിങ്ങൾക്ക് വേണ്ട വരും, അങ്ങനെ പല പല റീസൺസ് വരും. യൂട്ടിലിറ്റി ബില്ലുകൾ ചിലപ്പോൾ കൂടിയേക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു വൺ മാൻ ഷോ ബിസിനസ്സായിട്ട് 1-2 സ്റ്റാഫൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ വില കുറച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങളുടെ ബിസിനസ് ഒന്ന് വലുതാക്കണമെന്ന് തോന്നാൻ നേരത്താണ് നിങ്ങൾക്ക് അത് അബദ്ധം പറ്റിയെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. കാരണം ഈ നിലവിലിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭമെല്ലാം പുതിയ എക്സ്പെൻസിലേക്ക് പോകും, നമ്മളുടെ പുതിയ ചിലവുകളായിട്ട് മാറും. അപ്പോൾ പിന്നീട് ആ എക്സ്പെൻസ് കുറച്ച് കഴിയാൻ നേരത്ത് നമുക്ക് തീരെ ലാഭമില്ലാത്തൊരവസ്ഥയോ. അപ്പോൾ ആ പോയിന്റിൽ വെച്ച് നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഈ പണിയെടുക്കണത് ഇത്രയും കഷ്ടപ്പെട്ട്, കാരണം ഇതിൽ നിന്ന് എനിക്കൊരു ലാഭമില്ല. സെയിലുണ്ട് പക്ഷേ ലാഭമില്ല. അപ്പോൾ ഒരു സ്മോൾ ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെയിൽ നടക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ലാഭം വേണം. ലാഭമുള്ള സെയിലുകൾ മാത്രം നടന്നാൽ മതി എന്നുള്ളൊരു ഇത് നിങ്ങൾ എടുക്കുക. ഈ ഒരുപാട് കടം കൊടുക്കുന്ന ആളുകൾക്ക് ഈ B2Bയിലൊക്കെ ഒരുപാട് പ്രശ്നം തന്നെ അതാണ്. നിങ്ങളുടെ വേറൊരു ബിസിനസ്സിനാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ അമിതമായിട്ട് നിങ്ങൾ കടം കൊടുത്താലും ഇതാണ് പ്രശ്നം. കടം കൊടുക്കുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടും, സെയിൽ നടന്നു എന്നൊരു ഫീല് നമുക്ക് കിട്ടും. പക്ഷേ നമ്മളുടെ മുതലും ലാഭവും അവിടെ കിടക്കുകയാണ്. ആ ആൾ എന്നാ കാശ് തരുന്നു അന്ന് മാത്രമാണ് നമ്മളുടെ ലാഭം മാത്രമല്ല മുതലടക്കം നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് പേര് ബിസിനസ് ചെയ്യണം, ആദ്യ സമയത്ത് സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കടം കൊടുക്കും. ഇങ്ങനെ കടം കൊടുത്ത് കഴിയാൻ നേരത്തെ ഇവർക്ക് മനസ്സിലാവും, നമ്മൾ 2-3 തവണ കൊടുക്കുമ്പോഴാണ് ആദ്യം കൊടുത്തതിൻ്റെ കാശ് തിരിച്ചു കിട്ടുള്ളൂ. അത് തന്നെ പാതിയായിട്ടാണ് കിട്ടുന്നത്, അത് തന്നെ മുഴുവനായിട്ട് കിട്ടില്ല. അപ്പോൾ ആ പോയിന്റിൽ വെച്ച് ഈ ബിസിനസ് ഓണർ മനസ്സിലാക്കും, കടം കൊടുക്കണ പരിപാടി നിർത്താം. ഇതിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കണ ലാഭം അവിടെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരാൾ കറക്റ്റായിട്ട് കാശ് തരും, അവിടെ ഒരാൾ തരില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ലാഭം മുഴുവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറും പണി എന്നുള്ള രീതിയിലാവും. അപ്പോൾ പിന്നീടാണ് ആ പോയിന്റിൽ വെച്ചിട്ടാണ് മനസ്സിലാക്കണം കടം കൊടുക്കൽ നിർത്താം. ആ പോയിന്റിൽ വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലാക്കുക, വില കുറച്ച് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികകാലം സർവൈവ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ വില കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമുക്കിതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് വില കൂട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ തുടക്കം തന്നെ നിങ്ങളൊരു കാര്യം ഉറപ്പിക്കുക, വില ആദ്യമേ കുറയ്ക്കാതിരിക്കുക. നിങ്ങൾ മറ്റു പല മാർഗ്ഗങ്ങളുണ്ട് സെയിൽ കൂട്ടാൻ. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തോ എന്നുള്ളത് ആദ്യം ചോദിക്കുക. നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു സർവീസ് ഉണ്ട്, വേണ്ടത്ര എണ്ണം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് ഈ പ്രൊഡക്റ്റിനെ എത്തിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു.
പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം കസ്റ്റമേഴ്സിനെ പറയുന്നതാണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്നുള്ളത്. അവരിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? അതോ നിങ്ങൾ വെറുതെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം സർവീസ് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ വെറുതെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ? ഹോപ്പ് മാർക്കറ്റിംഗ് എന്നാണ് അതിന് സാധാരണ പറയുക. പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണോ? അതോ ഇറങ്ങി തിരിച്ച് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തോ? വേണ്ടത്ര ആളുകൾക്ക് അറിയാമോ നിങ്ങളുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ട്, ഈ സർവീസ് ഉണ്ട് എന്നുള്ളത് അറിയാമോ? അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിക്കുക. മാർക്കറ്റിങ്ങിനെ പറ്റി കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് സെയിൽ കൂട്ടാനായിട്ട് സാധിക്കൂ. പ്രൈസ് കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ തന്നെ പാടുള്ളൂ. പിന്നെ സെയിൽ കൂട്ടാനായിട്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈസ് കുറയ്ക്കാതെ തന്നെ കൂടുതലായിട്ടുള്ള ഓഫറുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈസ് സെയിൽ തൊടാതെ തന്നെ പല രീതിയിലുള്ള ബോണസുകളും മറ്റ് അർജൻസിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പല ഓഫറുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ കസ്റ്റമറെ വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനിലൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണ ഇനീഷ്യൽ ഒരു കസ്റ്റമർ ഒരു എൻക്വയറി നടത്തി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും വിലയൊക്കെ ചോദിച്ചു പോയി. അതിനുശേഷം നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് എത്ര തവണ അവരെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങടേക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടോ, അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇതൊന്നും ചെയ്യാതെ ഓടിപ്പോയി വില കുറച്ച് എന്താ സംഭവിക്കുകയെന്നറിയോ? ഈ വില കുറയ്ക്കാൻ നേരത്ത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോണ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറെക്കുറെ പണ്ടുള്ള അതേ സെയിലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വില കുറച്ചതിന് ശേഷം കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു 95% ഇങ്ങനെയാണ് സാധ്യത. ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വില 1000 രൂപയാണെന്ന് വിചാരിക്കുക. സെയിലില്ലാത്തതിൻ്റെ വില അത് 800 രൂപയാക്കി. ആ പഴയ 1000 രൂപ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് സെയിലാണോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അതിൽ നിന്ന് ചെറിയൊരു മാറ്റമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വലിയൊരു നിങ്ങളുടെ ലൈഫ് അതോടുകൂടി 1000 ഉണ്ടായ പ്രൊഡക്റ്റിന് 800 ആക്കിയതുകൊണ്ട് ലൈഫിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ചെറിയ എന്തെങ്കിലുമൊക്കെ സ്പൈക്ക് കണ്ടാലായി ഏറെക്കുറെ സെയിം ആയിരിക്കും നമ്മളുടെ സെയിൽ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഒരു സെയിൽ നടക്കുമ്പോൾ ലാഭമെങ്കിലും ഉണ്ടായിരുന്നു. സെയിലിൻ്റെ എണ്ണം കുറവാണ്, പക്ഷെ ലാഭമെങ്കിലും ഉണ്ടായിരുന്നു. ഒരെണ്ണം നടന്നാൽ അത് ലാഭത്തിലായിരുന്നു നടക്കുന്നത്. ഇപ്പോൾ വില കുറച്ചതോടുകൂടി ഇപ്പോൾ സെയിലും ഇല്ല, ലാഭം ഇല്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, ആദ്യം തന്നെ പോയി നമ്മൾ ഒരിക്കലും വില കുറയ്ക്കരുത്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്തൊരു സുഹൃത്ത് കോണ്ടാക്ട് ചെയ്തു. ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പാരൽസ്, മറ്റേ ടീഷർട്ട്, ജീൻസ്, ആ വക പ്രൊഡക്ട്സാണ്. അപ്പോൾ ഏതോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ അടുത്തോ ആരുടെ അടുത്തോ കൊടുത്ത് പരസ്യം എന്തോ ചെയ്യിച്ചു. പക്ഷേ എൻക്വയറികൾ വന്നിട്ടുണ്ട്, വേണ്ടത്ര സെയിൽ കിട്ടണില്ല. ഈ സെയിൽ കിട്ടാതെ ആയപ്പോൾ ഈ പരസ്യം കൊടുത്ത ആളുകളെ ഈ സംരംഭം കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചു. ഒരുപാട് എൻക്വയറികൾ വന്നിട്ടുണ്ട്, ആളുകൾ വന്നിട്ടുണ്ട്, വില ചോദിക്കുന്നുണ്ട്. വില ചോദിച്ച് അതേപോലെ തന്നെ പോകണമുണ്ട്, ഒരു സെയിലും നടക്കണില്ല. എന്താ അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഇതിൻ്റെ വില വില കൂടുതലായതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് പോകാത്തത്, വില കുറയ്ക്കാൻ പറഞ്ഞു. ഈ സംരംഭകൻ വില കുറച്ചപ്പോൾ എന്താണ്ടായ പഴയ പോലെ തന്നെ ആളുകൾ വന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, വില ചോദിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. യാതൊരു വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടില്ല, ഒരു സെയിൽ പോലും കൂടിയിട്ടില്ല. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം കൊടുക്കുന്ന ആളുകളാണ്. അവർ ബിസിനസ്സിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളുകളോ ജീവിതത്തിലൊരു ബുക്ക് പോലും സെയിലിൻ്റെയോ മാർക്കറ്റിങ്ങിൻ്റെയോ വായിക്കാത്ത ആളുകളായിരിക്കും അവർക്ക് അവരുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ഉപദേശങ്ങൾ അധികം തന്നെ ബാക്ക് ഫയർ ചെയ്യാനാണ് സാധ്യത, പരാജയപ്പെടാനാണ് സാധ്യത. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിതിക്ക് മുമ്പ് ഈ ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകളല്ല. ഇതേ വിലക്ക്, ഇതിനേക്കാൾ കൂടുതൽ വിലക്ക് ആളുകൾ വിൽക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സെയിൽ നടക്കാണ്ടിരുന്നതെന്നറിയോ? യഥാർത്ഥ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ടത്ര രീതിയിൽ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. കാരണം ഓൺലൈനിലൊരു സെയിൽ നടക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ട്രസ്റ്റ് എന്നുള്ളത്. വിശ്വാസമുള്ള ഒരാളിൽ നിന്നാണ് ഓൺലൈനിൽ നിന്ന് നമ്മൾ വാങ്ങുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വിശ്വാസം ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് ബിൽഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നടത്തണം. ഫോളോ അപ്പ് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനിൽ ചെയ്യുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പുകൾ വേണം. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ എൻഗേജ് ആയിട്ട് നിൽക്കണം. സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങൾ എൻഗേജ് ആയിട്ട് നിൽക്കണം. നിങ്ങൾ ആരാണെന്ന് കസ്റ്റമർക്ക് അറിയണം. അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കണം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എൻഗേജ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ സ്വാഭാവികമായിട്ടും ഒരു അതോറിറ്റിയും ഒരു ട്രസ്റ്റൊക്കെ ബിൽഡ് ചെയ്തു വന്നത്. ഇതൊക്കെ ആളുകളുടെ മെൻ്റൽ ട്രിഗറുകളാണ്. അവർ പോലും അറിയാതെ അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെല്ല് ചെയ്യാൻ നോക്കേണ്ടത്. പക്ഷേ ഇവർ ഡയറക്റ്റ് എൻക്വയറി വരുന്നു, കസ്റ്റമർ വില ചോദിക്കുന്നു, പോകുന്നു, അയാളെ മറന്നു കളയുന്നു, പുതിയ ആളുടെ പുറകെ പോകുന്നു, അവർ വരുന്നു, വില ചോദിക്കുന്നു, പോകുന്നു.
ആരെയും ഫോളോ അപ്പ് ചെയ്യണില്ല, വേണ്ടത്ര രീതിയിൽ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യണില്ല, അവരെ നർച്ചർ ചെയ്യണില്ല, അവരെ പാകപ്പെടുത്തി എടുക്കണില്ല. ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ സെയിൽ നടക്കാത്തത്. ഇത് ആർക്കറിയില്ല. ഈ പരസ്യം കൊടുക്കുന്ന ആളുകൾക്കൊന്നും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞോളണമെന്നില്ല. കാരണം അവർ ടെക്നിക്കൽ വശങ്ങൾ മാത്രം പഠിച്ചിട്ടുള്ള ആളുകളാണ്. എങ്ങനെ ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കാം, SEO, അങ്ങനത്തെ ഈ ടെക്നിക്കൽ വശങ്ങളിലാണ് അവരിത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ബിസിനസ്സിൽ അതിൽ സൈക്കോളജി ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി പഠിച്ച ഒരാൾക്കാണ് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓടിപ്പോയി വില കുറയ്ക്കരുത്. വില കുറച്ചാലുള്ള അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭം കുറയും. നിങ്ങളൊരു സ്മോൾ ബിസിനസ്സാണ്, അങ്ങനെ ഒരുപാട് കാലം വില കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. തുടക്ക സമയത്ത് നിങ്ങൾ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കണക്ക് കൂട്ടാൻ നേരത്ത് കൃത്യമായിട്ട് കിട്ടും. പക്ഷേ അത് അവിടെ തന്നെ കിടക്കും. ആ ബിസിനസ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വളരില്ല. നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ എന്താണോ കിട്ടുന്നത് അതൊക്കെ തന്നെയാണ് അതിൽ നിന്നും കിട്ടുള്ളൂ. തലവേദന കൂടുതലും, ഒരുപാട് സംരംഭകർ ഫേസ് ചെയ്യുന്ന പ്രശ്നം. അപ്പോൾ വില കുറച്ചിട്ട് നമുക്ക് പറ്റില്ല. ഇനി നിങ്ങൾ വില കുറയ്ക്കുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. സെയിൽ കുറവാണെങ്കിൽ വില കൂട്ടുന്നതിനെ പറ്റി ചിന്തിക്കുക. ഇത് പറയുമ്പോൾ കുറച്ച് വിരോധാഭാസമായിട്ട് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള വിലക്ക് തന്നെ നേരെ ചൊവ്വിന് വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ വില കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ തന്നെ സെയിൽ നമുക്ക് വന്നില്ല, ഇനി വില കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചില സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, നമ്മളുടെ മാർക്കറ്റിംഗ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, നമ്മളുടെ പാക്കേജിങ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, എല്ലാം നല്ലതായിരിക്കും. ആ സെഗ്മെൻറ്റിൽ നമ്മൾ ഏറ്റവും വില കുറച്ച് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലൊരു സംശയം തോന്നും. എല്ലാം ഓക്കെയാണ്, പക്ഷേ ഇതിനെന്താ എത്ര വിലക്കുറവ്, ഒരു സംശയം തോന്നും. അപ്പോൾ അവരവിടെ ഹോൾഡ് ചെയ്യും. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന മൈൻഡ് ഒരിക്കലും പേയ്മെൻറ്റ് തരില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസണാണ്. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്രോസ്പെക്റ്റ്, ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ പേയ്മെൻറ്റ് തരില്ല. അപ്പോൾ ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സംഗതിയാണിത്. ഇപ്പം നിങ്ങൾ തന്നെ നല്ലൊരു കാറ് വാങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ, പക്ഷേ സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ ഒരു 30% പോട്ടെ, ഒരു 20% ഇടിവ് കണ്ടാൽ തന്നെ നമുക്ക് സംശയം തോന്നും. എന്തോ ഒരു പ്രശ്നം ഈ കാറിനുണ്ട്, ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഈ കാർ എന്തായാലും വേണ്ട. ഒരു പ്രശ്നവും ചിലപ്പോൾ ആ കാറിന് ഉണ്ടാവില്ല. പെട്ടെന്ന് കാശിന് അത്യാവശ്യം വന്നുകൊണ്ട് അയാൾ വിൽക്കാൻ വെച്ചതായിരിക്കാം. പക്ഷേ എന്നാലും നമുക്ക് വിശ്വസിക്കാൻ എന്തോ ഒരു പ്രശ്നം. കാരണം ഇതിന് ഈ വില പോരാ. സാധാരണ എല്ലാവരുടെ അടുത്ത് നമ്മൾ മറ്റുള്ളവരൊക്കെ അടുത്ത് എൻക്വയറി ചെയ്തപ്പോൾ ഇതിന് എത്ര രൂപയാണ്, ഇത് അതിനേക്കാൾ ഒരു 20-30% വരെ കുറവാണ്. എന്നാൽ വളരെ കുറച്ച് ഓടിയിട്ടുള്ള വാഹനമുള്ളൂ, എടുത്തിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നം ഇതിനുണ്ട്. കൺഫ്യൂസ്ഡായി നമ്മൾ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഈവൻ ദോ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിലും പേയ്മെൻറ്റ് തരാൻ തയ്യാറാവില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക, നിങ്ങളുടെ നല്ല ക്വാളിറ്റിയും നല്ല ബ്രാൻഡിങ്ങും നല്ല പാക്കേജിങ്ങും ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് വില കുറച്ച് വിൽക്കാൻ നോക്കരുത്. കാരണം എന്താ വെച്ചാൽ അവിടെ അലൈൻമെൻറ്റ് തെറ്റി, കസ്റ്റമറുടെ മനസ്സിലപ്പോൾ കൺഫ്യൂഷൻ വരും. എന്നാൽ അതിന് വില ഒന്ന് കൂട്ടി വയ്ക്കുക, അവിടെ സെയിൽ വന്നതായിട്ട് കാണാൻ പറ്റും. ആ കറക്റ്റ് വില എത്രയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമറുടെ മൈൻഡിൽ ഇപ്പോൾ സംശയമില്ല. അപ്പോൾ ശരിയാണ്, എടുത്തിട്ട് 2 മാസമായിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റേതായ വില നമ്മളെന്തായാലും കൊടുത്തേ മതിയാവും. അപ്പോൾ കസ്റ്റമർ ആദ്യം വില കൂട്ടുന്നതിനെ പറ്റി ചിന്തിക്കുക, ശേഷം മാത്രം വില കുറയ്ക്കുന്നതിനെ പറ്റി ഏറ്റവും അവസാനം മാത്രം അത് ചെയ്യുക. വില കുറയ്ക്കൽ ഒരുപാട് പേര് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ഉപദേശം തന്നിട്ടുണ്ടായിരിക്കാം. സെയിലില്ല എന്നറിയാൻ നേരത്ത് അവർ പറയും വില കുറയ്ക്കുക. ഈ വില എല്ലാവരും ഈ ഓടിപ്പോയി ആദ്യം വില കുറയ്ക്കണതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് വളരെ എളുപ്പം ചെയ്യാൻ. പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ ആണെങ്കിൽ 2 ക്ലിക്കിൻ്റെ പരിപാടിയുള്ളൂ. നിങ്ങളുടെ വെബ്സൈറ്റിലാണെങ്കിൽ 2 ക്ലിക്ക്, വാട്സപ്പിലാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക. വളരെ എളുപ്പമാണ് വില കുറയ്ക്കാൻ. മറ്റുള്ളതൊക്കെ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ആദ്യം പോയി വില കുറയ്ക്കും, പക്ഷേ ഇത് വളരെ അപകടമാണ്. ഏറ്റവും അവസാനം മാത്രമാണ് നിങ്ങൾ വില കുറയ്ക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ പ്രൊഡക്റ്റിന് അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല വിലയ്ക്ക് തന്നെ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക. നല്ല ലാഭം എടുത്തിട്ട് തന്നെ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളൊരു ചെറിയ ബിസിനസ്സാണ്, ലാഭമാണ് ഒരു കാര്യം മനസ്സിലാക്കുക, ലാഭമാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മളുടെ ഇൻകം. ആ കംപ്ലീറ്റ് റവന്യൂ, ആ കംപ്ലീറ്റ് സെയിൽസ് വാല്യൂ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. 1000 രൂപക്ക് സെയിൽ നടന്നെങ്കിൽ 1000 നമ്മുടെ അല്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പലർക്ക് കൊടുക്കേണ്ടതാണ്. ടാക്സ് ആണെങ്കിൽ അത് ഗവൺമെൻറ്റിന് കൊടുക്കണം, മറ്റ് ഹോൾസെയിൽ ഇതാണെങ്കിൽ സപ്ലയർക്ക് കൊടുക്കണം, പിന്നെ അതിൽ നിന്ന് കുറച്ച് എംപ്ലോയീസിന് സാലറി ആയിട്ട് കൊടുക്കണം, റെൻറ്റ്, യൂട്ടിലിറ്റി, ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റാണ്. അപ്പം ലാഭം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ തുടക്കം ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ചെറിയ ബിസിനസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. കാരണം ഓരോ തവണ ഫണ്ട് പറ്റുമ്പോഴും നിങ്ങൾക്ക് ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. കടം വാങ്ങിയിട്ടും അത് വലിയൊരു അപകടമാണ്. കടം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിയിട്ടും അതുപോലെ തന്നെ
ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ടൊന്നും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഒരു സൈഡിലുണ്ടെങ്കിലും എല്ലാവരെ കൊണ്ടും നടക്കുന്ന കാര്യമില്ല അത്. പ്രത്യേകിച്ച് നിങ്ങൾ സാധാരണ ഒരു ഓർഡിനറി ബിസിനസ്സാണ്, നിങ്ങൾ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ഒന്നുമല്ല, സാധാരണ ഒരു ഓർഡിനറി ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലാഭം എടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.